ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളം വിധി എഴുതാൻ ഇനി 5 നാൾ മാത്രം ശേഷിക്കെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് മഹാരാഷ്ട്രയിലെ നാൻഡഡിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ സഖ്യം ശിഥിലമാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഹുൽ വിമർശനം പ്രധാനമന്ത്രിയും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. രാഹുലിനെ താൻ വിമർശിക്കുന്നതിനേക്കാൾ കടുത്ത ഭാഷയിലാണ് കേരള മുഖ്യമന്ത്രി വിമർശിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 26 अप्रैल को वायनाड में वोटिंग का इंतजार कर रही है। जैसे ही 26 को वायनाड में वोटिंग पूरा हो जाएगा, ये शाहजादे के लिए एक और सुरक्षित सीट घोषित कर देंगे और कहीं और से फिर से लड़ाना पड़ेगा उनको, क्योंकि उनके अलायंस के साथी भी एक दूसरे को गालियां दे रहे हैं। कल आपने उनके एक साथी केरल के मुख्यमंत्री ने जो शाहजादे को सुनाई है, मैं भी कभी ऐसी भाषा नहीं बोलता हूं, ऐसी भाषा बोली है उन्होंने साथी को। ये हाल है उनका। अब जैसे इन्होंने अमेठी से भागना पड़ा, अमेठी छोड़ा, अब मान के चलिए वो वायनाड भी छोड़ेंगे। ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾ, രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ വിമർശിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസംഗിക്കുന്നത്. ആ വിമർശനം വേറൊരു തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ ശൈഥില്യം സൂചിപ്പിക്കുന്നതാണ് എന്ന് സ്ഥാപിക്കാനാണ് പ്രധാനമന്ത്രി ആ വിമർശനം അവിടെ മഹാരാഷ്ട്രയിൽ ഉന്നയിച്ചത് എന്ന് വ്യക്തമാണ്. ഏതു വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത എന്നാണോ പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്? വിജയകുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി 2ാം ദിനമാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നത്. ഈ 2 ദിനവും ഈ ഇന്ത്യ മുന്നണിയുടെ ശൈഥില്യവും ഒപ്പം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങളുമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. രാഹുലിനെതിരെ പ്രധാനമന്ത്രി പറയുന്നത് അമേഠി വിട്ട് കോൺഗ്രസിന്റെ രാജകുമാരൻ കേരളത്തിലേക്ക് വന്നു, അവിടെ വയനാട്ടിൽ മത്സരിക്കുന്നു. പക്ഷേ 26-ാം തീയതി വോട്ടെടുപ്പ് കഴിയുമ്പോഴേക്കും വയനാടും വിട്ട് അദ്ദേഹത്തിന് ഓടേണ്ടി വരുമെന്ന് പറയുന്നു. അതിനൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുലിനെതിരെ നടത്തിയ വിമർശനങ്ങൾ അത് താൻ പോലും ഉപയോഗിക്കാത്ത ഭാഷയിലാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് രാഹുലിനൊപ്പമുള്ള ഒരു സഖ്യമായി നിൽക്കുന്നവർ പോലും രാഹുലിനെ ഇത്രയധികം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയാണ്. ഇങ്ങനെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസവും അഴിമതിക്കാരായവരെല്ലാം ചേർന്നാണ് ഇന്ത്യ അലയൻസ് ഒരു മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി വിമർശിച്ചിരുന്നു. അതേപോലെ ഇന്നും ഈ മുന്നണിയെ തന്നെ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഹുൽ ഗാന്ധി വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് ഉന്നയിച്ചത്. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നതയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം അവിടെ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം രാജ്യം നാശത്തിന്റെ വക്കിലാണെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ജനാഭിപ്രായത്തെ മറികടന്ന് പുതിയ നിയമങ്ങൾ നടപ്പാക്കുകയാണ്. മണിപ്പൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. പ്രധാനമന്ത്രിയുടെ ആളുകൾ ഭരണഘടന തിരുത്തി എഴുതുമെന്ന് അഹങ്കാരത്തോടെ പറയുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. Let us understand what the consequences of this acceptance are, and let us not be in any confusion over what this new nation that is being sold to us so vociferously stands for. Laws are enacted bypassing the process of democracy and enforced upon people against their will. Lakhs and lakhs of farmers from across India protest for months against laws that are thrust upon them. Some of them die, some lose their sons, others are beaten and humiliated, called terrorists, anti-national, yet they continue their peaceful protest. ചാലക്കുടിയിലാണ്
പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുന്നത്. അതേസമയം പൗരത്വ നിയമ ഭേദഗതിയിലും ഇലക്ടറൽ ബോണ്ടിലും കോൺഗ്രസിൻ്റേത് സംഘപരിവാർ മനസ്സാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇലക്ടറൽ ബോണ്ടിൽ ഞങ്ങൾക്കും കിട്ടണം പണം എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. ഇലക്ടറൽ ബോണ്ടിൽ CPIM പണം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പച്ച നുണയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് വന്നതിന് ശേഷം അക്കാര്യത്തിൽ വ്യക്തതയോടെയുള്ള നിലപാട് സ്വീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയുടെ ഭാഗമായുള്ളവരെല്ലാം എതിർത്തു. രാഹുൽ ഗാന്ധി, നിങ്ങൾ പറയണം, നിങ്ങളുടെ മനസ്സ് ഏത് മതനിരപേക്ഷ മനസ്സാണോ അല്ല സംഘപരിവാർ മനസ്സാണോ? ആ അഴിമതിയുടെ കൂടെ നിൽക്കുകയല്ലേ ചെയ്തു. ഞങ്ങൾക്കും കിട്ടണം പണം എന്ന് മാത്രമല്ലേ നിലപാടുണ്ടായുള്ളൂ. BJP സ്വീകരിക്കുന്ന അതേ നിലപാടല്ലേ എടുത്തത്. പച്ച നുണക്ക് എങ്ങനെയാണ് സതീശ തെളിവ് ഹാജരാക്കിയത്? മുഖ്യമന്ത്രിക്ക് BJPയെ ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്നു. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജനും ഇന്ന് രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ പറ്റി പറയുന്നതിന് മുൻപ് നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ എന്തുകൊണ്ട് അറസ്റ്റില്ല എന്ന് രാഹുൽ സ്വയം ചോദിക്കണം. ഇലക്ടറൽ ബോണ്ടിനെതിരെ CPIM കോടതിയെ സമീപിച്ചതാണ് രാഹുൽ ഗാന്ധിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പോലെ വിദേശത്തു നിന്ന് ഇറക്കിയ പാൽപ്പൊടി കുടിച്ചു വളർന്ന നേതാവല്ലെന്നും EP ജയരാജന്റെ പരിഹാസം. 800 കോടിയുടെ അഴിമതിയാണ് നാഷണൽ ഹെറാൾഡ് അഴിമതി കേസ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? സ്വന്തം ചോദിച്ചതിന് ശേഷം പിണറായി വിജയന് നേരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെ പറയുന്നതായിരിക്കും കുറേ കുടിശ്ശേരി. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം മുഴുവൻ ജയിലിലായിരുന്നു. ഒട്ടനവധി തീവ്രമായ അനുഭവങ്ങളിലൂടെ വളർന്നു വന്നതാണ്. നല്ല സ്വർണ്ണക്കരണ്ടിയിൽ പാല് കുടിച്ച് വളർന്നതല്ല. വിദേശ രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന പാൽപ്പൊടിപ്പാൽ കുടിച്ച് വളർന്നതല്ല. VA ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉന്നയിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം നടക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എത്ര ആവേശമാണ് അവസാന ലാപ്പിൽ കേരളത്തിലെ പ്രചാരണം ഇപ്പോൾ മുന്നേറുന്നത്? വിജയകുമാർ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. പരസ്യപ്രചരണം അവസാനിക്കാൻ 4 ദിവസം മാത്രമേ ഉള്ളൂ. 24-നാണ് കൊട്ടിക്കലാശം. അതുകൊണ്ട് തന്നെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് എല്ലാ മുന്നണികളും. അവസാനവട്ട പ്രചരണത്തിനുള്ള ഒരു ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണത്തിലാണ് എല്ലാ മുന്നണികളും തന്നെ. താരപ്രചാരകർ ഉൾപ്പെടെ എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നു. വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രചരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രമുഖ നേതാക്കൾ എല്ലാവരുമുണ്ട്. BJPയുടെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ പ്രചരണ യോഗങ്ങളിലും ക്യാമ്പയിനുകളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്ന മറ്റൊരു സംഭവമാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇത് നേരത്തെ മുന്നണികളെയും പാർട്ടികളെയും ഒക്കെയാണ് ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഓരോ മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് അത്രയേറെ വിലപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇത് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ. കാരണം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിലവിലുള്ള സീറ്റുകൾ 19 സീറ്റും നിലനിർത്തുക, പറ്റുമെങ്കിൽ ഒരു സീറ്റ് കൂടി പിടിച്ചെടുത്ത് സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നേക്കാം. മാത്രമല്ല സംഘടനാ തലത്തിലും ഒക്കെ വലിയ തരത്തിലുള്ള
മാറ്റത്തിന് ഇത് വിധേയവുമായിരിക്കാം. BJPയെ സംബന്ധിച്ച്, NDAയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങൾ, അത് A ക്ലാസ് മണ്ഡലങ്ങളായി അവർ കണക്കാക്കുകയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രചരണം അവിടെ തുടങ്ങുകയും ചെയ്തതാണ്. സ്വാഭാവികമായും ഇതെല്ലാം തന്നെ എല്ലാ മുന്നണികളെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമാകുന്നതും. ഏതായാലും 4 ദിവസം അതിശക്തമായ പ്രചരണത്തിന് തന്നെയാണ് മുന്നണികളുടെ ഒരു തീരുമാനം. അത് പരസ്യ പ്രചരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഈ പ്രചരണങ്ങളെല്ലാം ശക്തമാക്കി നിർത്തുക, ഓരോ വോട്ടും തങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് മുന്നണികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും അതിനുള്ള പ്രവർത്തികളിലാണ് ഇപ്പോൾ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. വിജയകുമാർ. യെസ്, വിവരങ്ങൾ നൽകിയത് VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാത്രി മുഴുവൻ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തൃശൂർ പൂരനഗരിയിൽ പകൽപൂരം പുരോഗമിക്കുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഷിമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകൾ സമാപിക്കും. പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി ദേവസ്വം രാത്രി പൂരം നിർത്തിവെച്ചിരുന്നു. അനുനയ ചർച്ചകൾക്ക് പിന്നാലെ ഇന്ന് രാവിലെ വളരെ വൈകിയാണ് പൂരം വെടിക്കെട്ട് തന്നെ നടന്നത്. പോലീസ് ജനങ്ങളെ വിരട്ടാൻ ശ്രമിച്ചെന്ന് VS സുനിൽകുമാർ 24നോട് പ്രതികരിച്ചു. ഉപചാരം ചൊല്ലി പൂരം പിരിയുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. നിഖിൽ, അങ്ങനെ 36 മണിക്കൂർ തുടർച്ചയായി നടന്ന പൂരച്ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിക്കുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും ഉപചാരം ചൊല്ലി പിരിയുന്നു. ഇനി അടുത്ത പൂരത്തിന് കാണാം എന്ന് പറഞ്ഞ് ഇതാ പൂരപ്രേമികളും തട്ടകത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. ഇത്തവണ പൂരത്തിന് ഒരുപക്ഷെ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ അനിശ്ചിതത്വങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി നമ്മളത് കണ്ടതാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നിഖിൽ? അങ്ങനെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂരാഘോഷത്തിനാണ് പരിസമാപ്തി കുറിക്കുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഏറെ നാടകീയതകൾക്കൊടുവിലായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ. ഇന്നലെ ഈ കുടമാറ്റം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നമുക്കറിയാം വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ അപ്പോൾ ഉണ്ടായ പ്രതിസന്ധികൾ അത് സമാനതകളില്ലാത്തതാണ്. കഴിഞ്ഞ തവണ ഈ കാലാവസ്ഥ ശക്തമായ മഴയെ തുടർന്ന് ദിവസങ്ങളോളം വെടിക്കെട്ട് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ആളുകൾക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു എപ്പോഴായിരിക്കും ഇത് നടക്കുക എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷെ ഇത്തവണ പോലീസിന്റെ നിയന്ത്രണങ്ങൾ മൂലമാണ് ഈ വെടിക്കെട്ട് വൈകുന്നത് എന്നുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനാൽ തന്നെ ആളുകൾ വലിയ രീതിയിൽ രോഷാകുലരാകുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് രാവിലെയൊക്കെ പുലർച്ചെയൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. അത് മാത്രമല്ല, രാവിലെ വെടിക്കെട്ട് നടത്തിയപ്പോഴാണെങ്കിലും അത് പേരിന് വെടിക്കെട്ട് നടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റി. എന്തായാലും നമ്മൾ അല്പസമയം മുൻപ് മന്ത്രി K രാജനും VS സുനിൽകുമാറുമായും സംസാരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇത് രാഷ്ട്രീയ ആയുധമാക്കുമെന്നുള്ള ഉറപ്പാണ് ഇതിനോടൊപ്പം തന്നെ ആ തരത്തിൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. അതിനോട് VS സുനിൽകുമാറിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇത് വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ നാണം കെടും, കാരണം ജനങ്ങൾ അത് തിരിച്ചറിയും. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വെടിക്കെട്ട് വൈകിയത് ഒരു പക്ഷെ ഒരിക്കലും സർക്കാരിന്റെ ഒരു പിടിപ്പേട് കൊണ്ടല്ല, അത് പോലീസുകാർ പല തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് വേണ്ടി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പലയിടങ്ങളിലായി ഡെപ്യൂട്ടി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പരിചയ സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുറവ് ഈ വെടിക്കെട്ടിന് മുന്നോടിയായുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകളെ തടയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ വെടിക്കെട്ട് വൈകാൻ കാരണം. സർക്കാർ രൂപപ്പെടുത്തിയ ഒരു പ്രതിസന്ധി അല്ലാതെ അത് പരിഹരിക്കാൻ സർക്കാരിന് തന്നെ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മന്ത്രി K രാജനും വ്യക്തമാക്കിയത് അത് തന്നെയായിരുന്നു. K രാജനാണ് പുലർച്ചെ മുതൽ തന്നെ ഈ ശ്രീമൂല സ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇടപെടൽ നടത്തിയത്. K രാജൻ പറഞ്ഞത് രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർ നാണം കെടുന്ന അവസ്ഥയുണ്ടാകും. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂരം കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത പൂരത്തിന്റെ തീയതിയാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതുവരെയുള്ള ഒരുക്കലാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ വിവാദങ്ങൾ അത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലാവസ്ഥ പ്രതികൂലമായ സമയത്ത് ദിവസങ്ങളോളം വെടിക്കെട്ട് മാറ്റിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ള ജനങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ ഒരു പ്രതിസന്ധി അത് വിവാദമാക്കാൻ ശ്രമിക്കുന്നവർ അപമാനിതരാകുമെന്നാണ് മന്ത്രി K രാജനും വ്യക്തമാക്കിയത്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പലതരത്തിലുള്ള
ഫേവറേറ്റ്സും ഉണ്ട്. പേഴ്സണൽ ഫേവറേറ്റ് ആയ മൊമെന്റുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പലരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മൊമെന്റാണ് അല്പസമയം മുൻപ്. നിഖിൽ തുടരുക. അതിനു മുമ്പ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം കൂടിയുണ്ട്. പോലീസിനെ ഇറക്കിയത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്, അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഉണ്ടായത് പോലീസിന്റെ ഇടപെടലിനെ അദ്ദേഹവും 24 സംസാരിക്കുമ്പോൾ വിമർശിച്ചിരുന്നു. അവരുടെ രാത്രി എഴുന്നള്ളിപ്പ്, മഠത്തിൽ വരവിന്റെ എഴുന്നള്ളിപ്പ് കയറേണ്ട സമയം 2 മണിക്കകത്ത് കയറേണ്ട സമയത്തിന് ശേഷമാണ് ആളുകളെ ഒഴിപ്പിക്കുമെന്നുള്ള നിബന്ധന ഉണ്ടായിരുന്നത്. പക്ഷെ പോലീസ് അതിന് മുമ്പ് തന്നെ ബാരിക്കേഡ് കെട്ടി ആളുകളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നലെ പ്രകോപനത്തിനിടയാക്കിയത്. അങ്ങനെ ഇന്നലെ രാത്രി സത്യം പറഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ ഉണ്ടായ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇങ്ങനൊരു വിഷയത്തിലേക്ക് എത്തിയത്. അതിനിടയിൽ പോലീസ് അവർക്കെതിരായി ചെറിയ തോതിൽ പോലീസുകാർ ആളുകളെ വിരട്ടി ഓടിക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയും അതിനിടയിൽ വരികയുണ്ടായി. അതൊരു സത്യം തന്നെയാണ്, ചെറിയ തോതിലാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നത്. ഈ തൃശ്ശൂർ പൂരത്തിന്റെ പതിവ് നടത്തിപ്പുകാരായിട്ട് ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. അവരൊക്കെ ഈ ഇലക്ഷന്റെ കോഡ് ഓഫ് കണ്ടക്ട് വന്നപ്പോൾ തൃശ്ശൂർ ജില്ലക്കാരായിട്ടുള്ള പോലീസ് ഓഫീസർമാരൊക്കെ മറ്റു പല ജില്ലകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഇവിടെ വിന്യസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തൃശ്ശൂർ പൂരത്തിന്റെ പുറത്തറിയുന്നവരും അതിന്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് സാധാരണ പൂരത്തിന് വരാറുള്ളത്. 36 മണിക്കൂർ നീണ്ട പൂരച്ചടങ്ങുകളാണ് പരിസമാപ്തിയിലെത്തുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇനി അടുത്ത പൂരത്തിന് കാണാം, ഒരുമിച്ച് വരാം എന്നതാണ് സങ്കല്പം. പൂരപ്രേമികളും തട്ടകത്തിലെ ജനങ്ങളുമൊക്കെ ആ ഉപചാരം ചൊല്ലി മടങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് ആ കാഴ്ച നമ്മൾ കണ്ടത്. പകൽപൂരം വൈകുമെന്ന് നേരത്തെ ഒരു സൂചനയുണ്ടായിരുന്നു, എങ്കിലും കാര്യമായി വൈകിയില്ല. കുറച്ച് സമയം മുന്നോട്ട് പോയി. ചില അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്തു. ഇനി അതിന്മേലുള്ള രാഷ്ട്രീയ ചർച്ചകൾ, ഇന്നലത്തെ പോലീസ് നടപടിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പ്രതികരണങ്ങളും അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടും കണ്ണൂരും വീട്ടിലെ വോട്ടിൽ ക്രമക്കേടെന്ന് പരാതി. കുന്നമംഗലത്ത് പയമ്പുറത്ത് ജാനകിയമ്മയ്ക്ക് പകരം കൊടശ്ശേരി ജാനകി അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു എന്നാണ് പരാതി. കണ്ണൂരിൽ K കമലാക്ഷിക്ക് പകരം V കമലാക്ഷി വോട്ട് ചെയ്തുവെന്നാണ് മറ്റൊരു ആരോപണം. LDF ആണ് ഈ ആരോപണം ഉന്നയിച്ചത്. പരാതിയിൽ പോളിംഗ് ഓഫീസറെയും BLOയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ക്രമക്കേടിലാണ് നടപടിയുണ്ടായത്. അതേസമയം കണ്ണൂർ കല്യാശ്ശേരിയിലെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല എന്ന് LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. വോട്ടറായ ദേവിക്ക് കണ്ണ് കാണാത്തതിനാലാണ് ബ്രാഞ്ച് സെക്രട്ടറി സഹായിച്ചതെന്ന് EP ജയരാജൻ പറഞ്ഞു. വീടുകളിൽ ചെന്ന് CPIM കള്ളവോട്ട് ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഉദ്യോഗസ്ഥർ അതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, വലിയ ആരോപണം, നടപടി ഉണ്ടാകുന്നു. ഇത് സംസ്ഥാന വ്യാപകമായി പരാതിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ സാധ്യതയുണ്ടോ? വിജയകുമാർ, വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനം വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. വയോധികരെ കൂടി അവരുടെ ആരോഗ്യാവസ്ഥ കൂടി പരിഗണിച്ച് വോട്ടിംഗിന്റെ ഭാഗമാക്കാൻ കഴിയും എന്ന നിലയ്ക്ക് പ്രകീർത്തിക്കപ്പെട്ടിരുന്നു. പക്ഷെ അത് സംബന്ധിച്ചാണ് കൂടുതൽ പരാതികൾ ഉയരുന്നത്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിലാണ് വീട്ടിലെ വോട്ടിംഗിനിടെ CPIM ബൂത്ത് ഏജന്റ് ക്രമവിരുദ്ധമായി ഇടപെട്ടു, വോട്ടറുടെ അവകാശം ഹനിക്കും വിധം ഇടപെട്ട് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു പരാതി. അതിന്മേൽ ക്രിമിനൽ കേസുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്കും എത്തി. അതിന് പിന്നാലെ അവിടെ CPM ആണ് പ്രതിസ്ഥാനത്തെങ്കിൽ കണ്ണൂരും കോഴിക്കോടും LDF ആണ് പരാതിക്കാർ
എന്ന ശ്രദ്ധേയമായ കാര്യമുണ്ട്. രണ്ട് സ്ഥലത്തും ആൾമാറാട്ടം നടന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തി എന്ന പരാതിയാണ് ഉയർന്നത്. കണ്ണൂരിൽ ഏതായാലും നടപടി വന്നിരിക്കുന്നു. BLOയ്ക്കും പോളിംഗ് ഓഫീസറെയും സസ്പെൻഡ് ചെയ്തു. ശരി സജോ, കണ്ണൂരിൽ നടപടി ഉണ്ടായിരിക്കുന്നു. LDF ആണ് രണ്ടിടത്തും പരാതി നൽകിയത്. എന്നാൽ LDFനെതിരെ ഗുരുതരമായ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ കാണുകയും ചെയ്തു. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.